മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ഇവിടെ ജനസംഖ്യാ നിയന്ത്രണത്തിൽ മതേതരത്വം വേണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ഹിന്ദുവിന്റെ ജനസംഖ്യാ നിയന്ത്രണവും ക്രിസ്ത്യാനിയുടെ ജനസംഖ്യാ നിയന്ത്രണവും മുസൽമാന്റെ ജനസംഖ്യാ നിയന്ത്രണവും മതേതരാടിസ്ഥാനത്തിൽ വേണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങൾ വർഗീയവാദി എന്ന് വിളിക്കുന്നു. എന്താ? എല്ലായിടത്തും മതേതരത്വവും ഭരണഘടനയും ഉയർത്തിപ്പിടിച്ച് പുരപ്പുറത്ത് കയറി നിൽക്കുന്ന വി.ഡി. സതീശനോട് ഞങ്ങൾ ചോദിക്കുന്നു, കേരളത്തിൽ മതേതര ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവരാൻ താൻ തയ്യാറാണോ? കേരളത്തിൽ സർവ്വ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന പൊതു സിവിൽ കോഡ് കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ? കേരളത്തിൽ മതേതരത്വം പുലരണമെങ്കിൽ അത് പുലർത്താൻ സാധിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. വന്ദേ മാതരം പാടാത്തതിന് കാരണം കേരളത്തിൽ മുസൽമാൻ ഉള്ളത് കൊണ്ടല്ല. അങ്ങനെ മുസ്ലിം ഉണ്ട് എന്ന കാരണത്തിലാണെങ്കിൽ കാശ്മീരിലാണ് ആദ്യം വന്ദേ മാതരം പാടാതിരിക്കേണ്ടത്. പക്ഷേ ഇവിടെ വന്ദേ മാതരം പാടാത്തതിന് കാരണം മുസൽമാൻ അല്ല പ്രശ്നം. ആഗോള ഇസ്ലാമിക തീവ്രവാദിയായിട്ടുള്ള ജമായത്ത് ഇസ്ലാമിയും രാജ്യത്തെ വെട്ടിവിഭജിച്ച വർഗീയ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗും ഈ വി.ഡി. സതീശന്റെ പിന്നിലുള്ളത് കൊണ്ടാണ് കേരളത്തിൽ മാത്രം വന്ദേ മാതരം പാടാതിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിൽ സാമാന്യ ബോധമുള്ള സകലമാന ജനതയ്ക്കും സാധിക്കും. നിങ്ങൾ ഈ കേരളത്തെ പാകിസ്ഥാൻ വൽക്കരിക്കാനും ജമായത്തി വൽക്കരിക്കാനുമാണ് ശ്രമിച്ചാൽ നിങ്ങൾക്കെതിരെ എല്ലാ അർത്ഥത്തിലും തലത്തിലും നിന്ന് പോരാടാൻ ഈ കേരളത്തിലെ ദേശാഭിമാനികളുടെ പ്രതീകമായി ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകുമെന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടില്ലേ? ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ നട്ടെല്ല് നിവർത്തിക്കൊണ്ട് ഈ പ്രഖ്യാപനം അങ്ങ് നടത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും വാർത്താ പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ട് പോവുക. ഈ കാലത്ത് പ്രമുഖ മാധ്യമങ്ങൾ മൈൻഡ് വെച്ചിട്ടില്ലെങ്കിൽ ഇവിടെ രാജ്യസ്നേഹികൾക്ക്, രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് പുല്ലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ, യൂട്യൂബ് ചാനലുകളിലൂടെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് വിവരം എത്തുക തന്നെ ചെയ്യും. ഏതു പ്രമുഖ മാധ്യമങ്ങള് ഇതൊന്നും വാർത്ത കൊടുത്തിട്ടില്ലെങ്കിലും കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് നമ്മളൊക്കെ ഇത്തരം വാർത്തകളും കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതത്ര സുന്ദരമായിട്ടാണ് എസ് സുരേഷ് കേരളം ഭരിക്കുന്നത്. വർഗീയ പാർട്ടിയുടെ, വർഗീയ സംഘടനയുടെ തണലിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കാത്തത് നമ്മുടെ കേരളത്തിലാ. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയില്, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയില് പൂർണ്ണമായിട്ട് ആലപിച്ചിട്ടുണ്ട്. ഇവിടെ മുസ്ലിങ്ങളല്ല പ്രശ്നം. പ്രശ്നം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ മതപാർട്ടിയാണ് ഇവിടത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള കശ്മീരില് എന്താണ് അവിടെ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിച്ചിട്ടില്ലേ? പൂർണ്ണമായിട്ട് കശ്മീരിൽ മുസ്ലിങ്ങളുള്ള, ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള, കേരളത്തെക്കാൾ അധികം മുസ്ലിങ്ങളുള്ള കശ്മീരിൽ അവിടെ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിച്ചിട്ടുണ്ട്. ഇവിടത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു മതമല്ല, മറിച്ച് മുസ്ലിം ലീഗിന്റെ വർഗീയതയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയത കാരണമാണ്. ഈ രണ്ടു കൂട്ടരുമാണ് ഇന്ന് കേരളം ഭരിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായിട്ട് എസ് സുരേഷ് മുന്നോട്ട് വെക്കുന്നു. അദ്ദേഹം എടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മതേതര സംവിധാനമാണെങ്കിൽ, നിങ്ങൾ കപട മതേതരവാദികളല്ലെങ്കിൽ നിങ്ങൾ എന്തേ ഏക സിവിൽ കോഡിനെ എതിർക്കുന്നു? ഇത് ഈ ഒരു സാഹചര്യം കേരളത്തിൽ എസ് സുരേഷ് പ്രസംഗിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ മൂല്യമുള്ള ഒരു സമയം കൂടിയാ. ഇവിടെ ഒരു മുസ്ലിം പെൺകുട്ടി തെരുവില, ഒരു യുവതി തെരുവില. കാരണം എന്താ? മതവുമായി ബന്ധപ്പെട്ട് ഇന്ന നിയമം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി തെരുവില. അവർക്ക് അവരുടെ ഭർത്താവ് അവരെ പോലും അറിയിക്കാതെ മറ്റൊരു വിവാഹം കഴിച്ചുപോയി. ഈ പറയുന്ന നമ്മുടെ രാജ്യത്തെ ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ മറ്റു മതത്തിൽപ്പെട്ട ഒരു സ്ത്രീകൾക്കോ ഈ പ്രശ്നമല്ല. ഇത് ഈ മതത്തിന്റെ പേരിലേക്ക് ഇവിടെ കുറെ ആളുകൾ ഉണ്ടാക്കിയതാ. നേരെ മറിച്ച് മറ്റൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തേക്ക് എത്തിയാൽ ഇത് അവിടെ കാണുന്ന പോലില്ല ഇവർ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സകല വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയണം, ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നതിലൂടെയൊക്കെ മാത്രമേ യഥാർത്ഥ മതേതരത്വം നമ്മുടെ രാജ്യത്ത് പുലരൂ എന്നുള്ളതാ യാഥാർത്ഥ്യം. അതിനിവിടെ UDF സർക്കാർ എതിരാ. അപ്പൊ ഇവരെന്ത് മതേതരത്വം ഉയർത്തിപ്പെടുത്തിക്കുന്നത്? കപട മതേതരത്വം. മുസ്ലിം ലീഗ് എന്ന മതപാർട്ടി കോൺഗ്രസിന്റെ കൂടെ എത്ര കാലമുണ്ടോ അത്രയും കാലം UDF ഒരു വർഗീയ സംവിധാനമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയാം. ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലൊക്കെ നരനായാട്ട.
ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ളത്. ആ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് UDF സർക്കാരിനെ നിയന്ത്രിക്കുന്നത്. പിന്നെ എങ്ങനെയാ ഇവിടെ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കുക? കോൺഗ്രസ് ആയിരുന്നെങ്കിൽ കർണാടകയിൽ പൂർണ്ണമായിട്ട് ആലപിച്ചോ, തെലുങ്കാനയിൽ പൂർണ്ണമായിട്ട് ആലപിച്ചോ. ഇവിടെ മാത്രമേ പൂർണ്ണമായിട്ട് ആലപിക്കാത്തതുള്ളൂ. ഇതൊക്കെ നട്ടല് നിവർത്തി സുരേഷ് അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ BJP ലീഡേഴ്സ് കൃത്യമായിട്ട് ഇത് പൊതുസമൂഹത്തില് ചർച്ചയാക്കുന്നുണ്ട്. ഇവിടെ വന്ദേ മാതരത്തെ പൂർണ്ണമായിട്ട് ആലപിക്കണം എന്നുള്ളത് ദേശസ്നേഹികളുടെ ആവശ്യം. അതിൽ മുസൽമാനുണ്ട്, അതിൽ ഹിന്ദുവുണ്ട്, അതിൽ ക്രിസ്ത്യാനിയുണ്ട്, ഈ നാട്ടിലെ സകല മതങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. അതിനെ എതിർക്കുന്നത് ഇവിടെയുള്ള മുസ്ലിം ലീഗ്, ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി, ഇവിടെയുള്ള വർഗീയവാദികൾ മാത്രമേ ഉള്ളൂ. വന്ദേ മാതരത്തെ പൂർണ്ണമായിട്ട് ആലപിക്കാത്തവരിൽ വർഗീയവാദികളായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്തു തുടങ്ങും. യഥാർത്ഥ മതേതരത്വം പുലരണമെങ്കിൽ, യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക്, മുസ്ലിം സ്ത്രീകൾക്കുൾപ്പെടെ ഇവിടെ രക്ഷയുണ്ടാവണമെങ്കിൽ ഇവർ ഈ പ്രസംഗിച്ചത് തന്നെയാണ് ശരിയെന്ന് കേരളത്തിലെ ഒന്നടങ്കം മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെ ശരിവെക്കില്ലേ? നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുക്കാം. നമിത പ്രമോദ് മലയാള സിനിമയിൽ നിന്ന്, മലയാള സിനിമാ മേഖലയിലെ പ്രമുഖ നടിയാണ്. അവർ കാശിയിലേക്ക് ഒരു യാത്ര ചെയ്ത് അവിടെ നിന്നൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ മാറ്റമാണ്. കമന്റ് ബോക്സുകളിൽ ഉൾപ്പെടെ ആരും വന്ന് സംഖ്യയാക്കാൻ തുനിഞ്ഞിറങ്ങുന്നില്ല. അത്തരം സംഖ്യയാക്കുന്നവരെയൊക്കെ നമ്മളെ ഒരുപാട് ക്ഷേത്രത്തിലേക്കൊന്ന് പോകുമ്പോഴേക്ക് സംഖ്യയാക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ. നമ്മൾ തന്നെ അത്തരം നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോ കമന്റ് ബോക്സുകളിലേക്ക് പോലും ഇത്തരം സുഡാപ്പികളൊന്നും കടന്നു വരുന്നില്ല. കാരണം ഇവിടെ ഒരു ഭാഗത്ത് രാജ്യസ്നേഹികൾ ശക്തമായിട്ട് ചോദ്യം ചെയ്യാൻ ഉയർന്നു തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ വിഷയമെടുത്ത് നമിത പ്രമോദ് ഈ കാശിയിലേക്ക് പോയതൊക്കെ അഭിമാനത്തിലെടുത്ത് മുന്നോട്ട് വെച്ചത് മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനാ. മലയാള സിനിമയിലും സിനിമാ മേഖലയിലും മാറ്റമുണ്ടാകുന്നതിന്റെ ഒരു സൂചന തന്നെയാ. നമുക്കറിയാം, അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് മോഹൻലാലിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ ആ ക്ഷണം നിരസിച്ചതാ. കാരണം എന്താ? ഇവിടെ എന്തോ തകരുമെന്ന് പറഞ്ഞ്. അതെങ്ങനെയാ എന്തോ തകർന്നു പോവുക? ആ രീതിയിൽ ഇവിടെ ഒരുപാട് ചർച്ചയൊക്കെ നടന്നിട്ടുള്ളതാണ്. മോഹൻലാൽ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഈ രാമക്ഷേത്രം എന്ന് പറയുന്നത് സൗദി അറേബ്യക്ക് മക്ക എങ്ങനെയാണോ അതേപോലെ തന്നെ പുണ്യമാണ് നമ്മുടെ ഭാരതത്തിന് അയോധ്യയിലെ രാമക്ഷേത്രം എന്നുള്ളത്. ഒരു തർക്കമില്ലാത്ത വിഷയം. പ്രശ്നങ്ങളുണ്ടോ എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ പരമോന്നത കോടതി, സുപ്രീം കോടതി ആ പ്രശ്നം പരിഹരിച്ച് തീർപ്പ് കൽപ്പിച്ച് എല്ലാ വിഭാഗം ആളുകളും അത് അംഗീകരിച്ചാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ആ സന്ദർഭത്തിൽ പോലും മോഹൻലാൽ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുത്തിട്ടില്ല. മറിച്ച് ഗൾഫിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ മോഹൻലാൽ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സകല വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയണം. ഈ സാഹചര്യത്തിലാണ് മലയാള സിനിമാ മേഖലയിൽ നിന്നൊരു നടി കാശിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഇതൊക്കെ ഒരു മാറ്റത്തിന്റെ സൂചന തന്നെയാ. ഒരു തർക്കമില്ലാത്ത വിഷയ. ഇതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് തുറന്നു പറയുന്നതേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞു തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ആരെന്ത് വിളിച്ചു പറഞ്ഞാലും, നിങ്ങൾ എന്ത് സംഖ്യ എന്ന് പറഞ്ഞാലും ഇവിടെ ഒരു പുല്ലുമില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇവിടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും ഇതൊക്കെ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കാത്ത വിഷയം ഇന്നും കേരളത്തിൽ ഉടനീളം BJP പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതൊന്നും മിണ്ടെന്ന് പോലില്ല. മിണ്ടിയാൽ എന്താ? വേഗമുള്ള സകല മലയാളികളും ചിന്തിക്കും. സകല മലയാളികളും ചിന്തിച്ചുകൊണ്ടിരിക്കും, എന്തേ ഈ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കാത്തത്? അതിന്റെ കാരണം എന്താ? ഒറ്റ കാരണമുള്ളൂ. ഇവിടെ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കൂടിയാണ് കേരളം ഭരിക്കുന്നത്. അത് വിവേകമുള്ള മലയാളികൾ തിരിച്ചറിഞ്ഞാൽ BJP ശക്തമായിട്ട് വളരും. രാജ്യസ്നേഹികൾ ഒന്നടങ്കം BJPക്കൊപ്പം അണിചേരും. അതും ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ നോക്കാതെ ആളുകൾ അവരിലേക്ക് അടുക്കും. യഥാർത്ഥ മതേതരത്വം പുലരാൻ വേണ്ടിയിട്ട് മലയാളികൾ BJPയിലേക്ക് പോവാതിരിക്കാൻ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ കഠിന പ്രയത്നത്തിലാണ് എന്നുള്ളതും സകല മലയാളികളും തിരിച്ചറിയുക.